നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഉള്ള ഏതെങ്കിലും കോഴ്സ് പഠിച്ചവർക്കും അതല്ലാതെ മറ്റ് മേഖലകളിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികൾക്കും വലിയ താല്പര്യമുള്ള ഒരു മേഖലയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേഖല. അതിൽ തന്നെ ഒട്ടനവധി പേർ ഒരു കോഴ്സ് പഠിച്ചതിലൂടെയോ അല്ലെങ്കിൽ സ്വന്തമായി മനസ്സിലാക്കിയെടുത്തതിലൂടെയോ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുത്തതിലൂടെയോ ഒക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ആമസോൺ വെബ് സർവീസസ് അഥവാ AWS. ഒട്ടനവധി കമ്പനികൾ കേരളത്തിനകത്തും പുറത്തുമുള്ള IT പാർക്കുകളിലുള്ള ഒട്ടനവധി കമ്പനികൾ ആമസോൺ വെബ് സർവീസസ് AWS പഠിച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള ഉദ്യോഗാർത്ഥികളെ തേടാറുണ്ട്. അത്തരത്തിലുള്ള മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു അവസരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ AWSൽ ഒരു പ്രാവീണ്യമുള്ളവർ ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എങ്കിൽ, AWS ധാരണയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ആമസോൺ വെബ് സർവീസസ് എന്ന് പറയുന്ന ഒരു മേഖല ഒട്ടനവധി തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖലയാണ്. ആമസോണിൻ്റെ ക്ലൗഡ് സർവീസസിനെയാണ് നമ്മൾ ആമസോൺ വെബ് സർവീസസ് എന്നുള്ള വാക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആമസോൺ വെബ് സർവീസസ് സർട്ടിഫൈഡ് ആയവർക്കും അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ വർക്ക് ചെയ്തവർക്കും കുറച്ച് അനുഭവ പരിചയമുള്ളവർക്കുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. SJS ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫേസ് 1 ക്യാമ്പസിൽ ടെക്നോ പാർക്ക് ഫേസ് 1 ക്യാമ്പസിൽ കാര്യവട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിന് ആവശ്യമുള്ളത് ആമസോൺ വെബ് സർവീസസ് അല്ലെങ്കിൽ AWS എഞ്ചിനീയേഴ്സിനെയാണ്. അപ്പോൾ ഇവർക്കുള്ള എന്തൊക്കെ സ്കിൽസാണ് ഇവർ തേടുന്നത്, എന്തൊക്കെ ധാരണകൾ വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഡിഗ്രി വേണമെന്ന് ഇവർ പറയുന്നില്ല. അതാദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. ആമസോൺ വെബ് സർവീസസിൽ ഉള്ള പരിജ്ഞാനം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കുള്ള എക്സ്പെർട്ടൈസ് മാത്രമാണ് ഇവർക്ക് ആവശ്യമുള്ളത്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ EC2 അല്ലെങ്കിൽ S3, RDS, ലാംഡ പോലെയുള്ള ആമസോൺ വെബ് സർവീസസ് AWS ടെക്നോളജികൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ വേണം എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ ഒരു 2 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. 2 വർഷത്തിന് മുകളിലോട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷമെങ്കിലും ഒരു മിനിമം എക്സ്പീരിയൻസ് വേണം. അതുകൂടാതെ അവർ ആവശ്യപ്പെടുന്ന കാര്യം, നമുക്ക് നോർമലി ആമസോൺ വെബ് സർവീസസ് ഒക്കെ അതിൽ ധാരണയുള്ളവർക്ക് ഒബ്വിയസ്ലി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല ഐഡിയ ഉള്ളവർ മാത്രമാണ് ആ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലൗഡ് ആർക്കിടെക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ക്ലൗഡ് ആർക്കിടെക്ചർ പ്രിൻസിപ്പിൾസിലുള്ള ഒരു നല്ല ടെക്നിക്കൽ നോളജ് അതിൽ നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം 2 വർഷത്തിൽ അധികം എക്സ്പീരിയൻസ് ഉള്ളവർ എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിനുള്ളതല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു BTech പാസ്സായി കഴിഞ്ഞ് ഉടനെ ഉള്ളൊരു അവസരമല്ല എന്നോർക്കുക. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് ഉയരാനുള്ള, AWS എഞ്ചിനീയർ പൊസിഷനിലേക്ക് ഉയരാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ക്ലൗഡ് ആർക്കിടെക്ചർ പ്രിൻസിപ്പിൾസിലുള്ള നല്ലൊരു ധാരണ വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ട്രബിൾ ഷൂട്ടിംഗ്, അതായത് ആമസോൺ വെബ് സർവീസസ് ഡൊമൈനിൽ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡൊമൈനിൽ ഉള്ള ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾക്ക് AWSൽ നല്ലൊരു ധാരണ ഉണ്ട് എങ്കിൽ ഒട്ടും സംശയിക്കാനില്ല. ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് വിൻഡോ നിങ്ങൾക്കുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു മികച്ച സ്ഥാപനമാണ്. AWS നിങ്ങളുടെ ഡൊമൈനാണ്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ 2 വർഷത്തെ എക്സ്പീരിയൻസിനെ എല്ലാം കാണിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്യൂമെ ഒക്കെ ഒന്ന് തയ്യാറാക്കി അത് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ID ഒന്ന് ഷൂട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജാനുവരി 16 16 ജാനുവരി 2025 നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്തിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡൊമൈൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമായതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവർ നേരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയത്തിലുള്ളവരോ ഒക്കെ AWSൽ ഒരു ഉയർന്ന ജോലി, ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ അവർക്കും ഉപകാരപ്പെടും എന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം. വീഡിയോയിലേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.